എന്നിട്ടിപ്പോ എല്ലാം കൊണ്ടുവന്ന് ശിവശങ്കറിന്റെ തലയിട്ട് അങ്ങ് രക്ഷപ്പെടാൻ പോവുകയാണ്. ഞാൻ ചോദിക്കട്ടെ, എല്ലാ അന്വേഷണ ഏജൻസിയും പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസല്ല. മുഖ്യമന്ത്രി ഇല്ലാതെ എങ്ങനെയാ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആവുക? മുഖ്യമന്ത്രിയാണ് പ്രതി, മുഖ്യമന്ത്രിയാണ് ഒന്നാമത്തെ പ്രതി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നല്ല പറയേണ്ടത്, മുഖ്യമന്ത്രിയാണ് പ്രതി. മുഖ്യമന്ത്രി ഇല്ലാതെ ഓഫീസ് ഉണ്ടാവില്ല. ശിവശങ്കരൻ ആരാണ് നിയന്ത്രിച്ചത്? മുഖ്യമന്ത്രി മാത്രമാണോ? മുഖ്യമന്ത്രിയുടെ രക്തം കൂടി നിയന്ത്രിച്ചില്ലേ? രക്തബന്ധങ്ങൾ നിങ്ങൾ സ്പ്രിംഗ്ലർ കരാർ ഉണ്ടാക്കുന്നതിന്റെ ഒരു വർഷം മുമ്പ് ഈ രക്തബന്ധവും ശിവശങ്കറും ഒരുമിച്ച് എന്തിനാണ് അമേരിക്കയിൽ പോയത്? നിങ്ങൾ വലിയ അന്വേഷണം നടത്തുന്നു എന്ന് നിങ്ങൾ പറയുന്നു, ബിജെപിയുമായി അന്വേഷണം നടത്തുമെന്ന് പറയുന്നു. എങ്കിൽ 2019 ജനുവരി അവിടെ നിങ്ങൾ ED ഊരാലുങ്കലിലും അതുപോലെ തന്നെ കരിമണൽ കർത്തയുടെയും ഓഫീസ് റെയ്ഡ് ചെയ്തു. അന്നത്തെ കണക്കനുസരിച്ചിട്ട് അന്ന് പറഞ്ഞു കേൾക്കുന്നത് ഈ അന്വേഷണം പോകേണ്ടത് ബാംഗ്ലൂരിലെ മുഖ്യമന്ത്രിയുടെ രക്തബന്ധുവിന്റെ ഓഫീസിലേക്കാണ്. അത് പോയില്ല, ഇപ്പോഴും വന്നിട്ടില്ല. അതുകൊണ്ട് ഇനിയും വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ജനങ്ങളുടെ കോടതിയിൽ നിങ്ങൾക്ക് ജയിക്കാനാവില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണ്ണക്കള്ളക്കടത്തുകാരന്റെ മാത്രം കേന്ദ്രമല്ല. ഞാനിതിവിടെ പ്രസംഗിച്ച് വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരുപക്ഷെ വിജിലൻസ് വരാം, മാഷാ അല്ലാഹ് വണ്ടി വരാം, അതുമല്ലെങ്കിൽ വേറെ വല്ല കേസും നിങ്ങൾ ഉണ്ടാക്കാം. നിങ്ങളുടെ ഓഫീസ് എതിരാളികളെ കൂടി തകർക്കുന്ന ഒരു ഓഫീസാണ്. ഇടക്കിടക്ക് പറയും മടിയിൽ കനമില്ലാത്തവന് മടിയിൽ പേടിയില്ല. ഇപ്പോഴത്തെ ഒരു കള്ളനും, ബുദ്ധിയുള്ള ഒരു കള്ളനും മടിയിൽ കനം വെക്കൂല. അത് വേറെ ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കലാണ്. ഒരു കാര്യം നിങ്ങൾ അറിയുക, നാട്ടിലെ പല കള്ളന്മാരെയും പിടിക്കുന്നത് അവരുടെ ബന്ധുക്കൾ സാധനം വെക്കാൻ അങ്ങാടിയിൽ വരുമ്പോഴാണ്. ഇവിടെയും പിടിച്ചത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഈ ഡയലോഗ് മാറ്റിവെക്കുക. ഒന്ന് നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോ, സഖാവ് പിണറായി വിജയൻ കേരളത്തിലെ ഒടുക്കത്തെ CPM-ന്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഇതൊരു വെറു വർത്തമാനമാണ് വിചാരിക്കുന്നത്. തകരാ നിങ്ങളെ. കാരണം നിങ്ങൾ മനുഷ്യരല്ല, മനുഷ്യത്വ വിരുദ്ധരാണ്, നരഭോജികളാണ്. ഇവർക്കെതിരെയുള്ള ജനകീയ കൂട്ടായ്മ ഉണ്ടാക്കണം.